പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ, ഒരു മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ വളരെ സെക്യുലറായിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിക്കും നിങ്ങളൊരു ഹൗ ക്യാൻ യു ബി എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്തീയ വിശ്വാസിയായി ഒരു ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ തീർച്ചയായും ഒരു ഇങ്ങനൊരു എൻവയോൺമെൻറ്റിലല്ലോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പല തരത്തിലുള്ള പല സംസ്കാരങ്ങളുള്ള ആളുകളോടൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നിങ്ങൾ ഒരു ആസ് എ ക്രിസ്ത്യൻ തീർച്ചയായും നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അച്ഛൻ ചോദിച്ച ചോദ്യത്തിലോട്ട് വരാം. ഞാൻ പറഞ്ഞു ഈ പരീക്ഷ വളരെ ടഫാണെന്ന്. നിങ്ങളിൽ എത്ര പേര് ഈ പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയില്ല, UPSC പരീക്ഷ. പക്ഷേ അത് പരീക്ഷയെ ആദ്യം നിങ്ങളത് എടുക്കുക, നമ്മൾ ആ പരീക്ഷ ചെയ്യാൻ പോകുന്നു എന്നുള്ള ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആ അൺസർമൗണ്ടബിൾ എന്ന് തോന്നുന്ന ഒരു ഒബ്സ്റ്റക്കിൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ്, ഒരു 10 ലക്ഷം സെൽഫ് സെലക്റ്റഡ് ആയിട്ടുള്ളവരാണ് പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യുന്നത്. അതിൽ നിന്നൊരു പ്രിലിമിനറി കടമ്പയുണ്ട്. ആ പ്രിലിമിനറി കടമ്പ കൊണ്ടുവരുന്നത് തന്നെ ഒരു 10,000 പേരെ മാത്രം മെയിൻസിൽ എത്തിക്കാനാണ്. പിന്നെ ഒരു മെയിൻസ് പരീക്ഷ, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിന് ജസ്റ്റ് ആ വർഷം സെലക്ട് ചെയ്യാൻ പോകുന്ന 1000 കാൻഡിഡേറ്റിൻ്റെ ഇരട്ടിയെ മാത്രമേ അവർ വിളിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ 50% റിസർവേഷനും ഉണ്ട്. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികൾ കുഞ്ഞുങ്ങൾ വരേണ്ടത് ഈ വെറും 50% നിന്നാണ്. അപ്പോൾ ഒരു ഭയങ്കര അധികം ബുദ്ധിമുട്ടോ വീഴ്ചയ്ക്കോ സാധ്യതയുള്ള ഒരു പരീക്ഷയിലേക്കാണ് ഞാൻ കടന്നു കയറുന്നത്. അപ്പം എനിക്കൊരു ഡീഫോൾട്ട് ഓപ്ഷനുണ്ട്. അത് ഈ പരീക്ഷ തയ്യാറെടുക്കുന്നവർക്ക് നല്ലത് തന്നെയാണ്. കാരണം ഇറ്റ് ഗിവ്സ് യു എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. അപ്പം ഞാൻ ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഞാൻ MD ചെയ്തിട്ടാണ് ആദ്യം ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്നത് MDക്ക് പഠിക്കുമ്പോഴാണ്. പിന്നെയാണ് MD കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഐ എം ഓൾറെഡി എ ഡോക്ടർ. ഇത് കിട്ടിയില്ലേലും അതുണ്ട്. ഞാൻ IAS ഓഫീസറാവുന്നത് 93-ലാണെങ്കിൽ 92-ൽ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ മോക്ക് 7 വയസ്സാണ്. 7 വയസ്സുള്ള മോളുണ്ട്. ആ മോളെ വീട്ടിൽ വിട്ടിട്ടാണ് ഞാൻ എൻ്റെ ആനി പറഞ്ഞ പോലെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ വിട്ടിട്ടാണ് ഞാൻ ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന എന്താണ്, എന്നെ ദൈവം 1ാം റാങ്കോടുകൂടി മെഡിസിന് കൊണ്ട് ചേർത്ത് CMC വെല്ലോർ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ ഗ്രാജുവേറ്റായി, ഞാൻ MD എടുത്തു. അതിനുശേഷം ഇതിലേക്ക് പോകുന്നത് ശരിയാണോ, ദൈവേഷ്ടമാണോ? രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഈ 7 വയസ്സുള്ള മോളെ വിട്ടിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണോ? അപ്പം ആദ്യം സമാധാനം എന്ന് പറയുന്ന നമ്മൾ ഒരു അലർട്ടും, ഇത് ശരിയാണോ യു കീപ് ഹാവിങ് ദീസ് ഗിൽറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ whenever you choose to move out of your comfort zone, you will always have these questions in your mind. അപ്പോൾ ഈ ചോദ്യങ്ങളെ എങ്ങനെ ശമിപ്പിക്കാം? ആ കാലത്താണ് ഞാൻ ഇത് ഇറങ്ങി തിരിച്ചപ്പോഴാണ് 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യം വായിക്കുന്നത്. ഇത് നീണ്ട സങ്കീർത്തനമാണല്ലോ. അതിൻ്റെ 165 വാക്യം ഇങ്ങനാണ്: നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതിയില്ല, ഏതുമില്ല. ഗ്രേറ്റ് ഇസ് ദ പീസ് ഓഫ് ദോസ് ഹു ലവ് യുവർ ലോ, nothing will make them stumble. അതുകൊണ്ട് ഞാൻ തീർച്ചയാക്കി എനിക്ക് ഈ സമാധാനം വേണം while I prepare. അതുകൊണ്ട് എൻ്റെ ജനറൽ സ്റ്റഡീസിനും ഞാൻ എടുത്ത സബ്ജക്ട്സായ സൈക്കോളജിയും സോഷ്യോളജിയും ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം വേദപുസ്തകത്തിൻ്റെ 2 ചാപ്റ്റേഴ്സ് ദിവസവും വായിച്ച് ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ആ 1 വർഷത്തെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഞാൻ 1-ൽ കൂടുതൽ തവണ അത് വായിച്ചു.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാൻ. നമുക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിനുശേഷം ജീവിതത്തിൽ വരുമ്പോൾ ഇത് ദൈവ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മാർത്തോമാ സഭ ഊന്നൽ കൊടുക്കുന്ന വേദപുസ്തകം വായിക്കുക ദിവസവും. ഇഫ് യു ക്യാൻ, ചില ദിവസമൊക്കെ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനും ആ ഇഷ്ടം ചെയ്യുവാനും നമുക്ക് സാധിക്കും. അപ്പം അച്ഛൻ ചോദിച്ചു വല്ലോ എക്സാമ്പിൾ ഉണ്ടോയെന്ന്. അപ്പോൾ IAS ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉന്നത സ്ഥാനങ്ങളാണ് ലഭിക്കുന്നത്. നമുക്കെല്ലാം ജോലിയെ കുറിച്ചൊരു ചിന്തയുണ്ട്. നമുക്ക് ഏത് തരം ജോലി വേണം? ബഹുമാനമുള്ള ജോലി വേണം, ജീവിക്കാൻ ആവശ്യമുള്ള കാശ് കിട്ടുന്ന ജോലി വേണം. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു വളരെ നല്ല എക്സാമ്പിളാണ് ഈ ഗവൺമെൻറ് സർവീസ് അല്ലെ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഗവൺമെൻറ് സർവീസിനെ കുറിച്ച് ഏറ്റവും നല്ലപോലെ ഒരു എങ്ങനെ ദൈവേഷ്ടം എന്താണ് ഈ ജോലിയിലെന്ന് കാണിക്കുന്നതാണ് 1 തെസ്സലോനിക്കർ 5:14-15 വാക്യങ്ങൾ. അപ്പോൾ ക്രമം കെട്ടവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനാണ് പൗലോസ് പറയുന്നത്. പലപ്പോഴും ഫയലിൽ റൂൾ വയലേഷനുമായിട്ട് വരുമ്പോൾ നമ്മൾ ആ റൂള് കാണിച്ചു കൊടുക്കണം, ബുദ്ധി ഉപദേശിക്കാം. ബട്ട് റിമെമ്പർ ദാറ്റ് ഇൻ എ ഗവൺമെൻറ് ജോബ് നമ്മളല്ല അന്തിമ തീരുമാനം. ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനാണ് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നത്. അപ്പം പ്രൊമോഷൻ ഓഫ് ഫാക്കൽറ്റി വരും. അപ്പം ഫാക്കൽറ്റിക്ക് PhD ഉള്ളവർക്ക് മാത്രമേ ആ സർവീസ് കൗണ്ട് ചെയ്ത് പ്രൊമോഷൻ കൊടുക്കാവൂ എന്ന് പറയുമ്പം സംഘടനാ ഫലമായിട്ട് അതൊന്നും ചെയ്യാതെ മുൻകൂർ നേരത്തെ സർവീസിൽ കയറിയവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വരുമ്പോൾ എനിക്ക് എഴുതാനേ സാധിക്കുകയുള്ളൂ. അത് 2 തവണ 3 തവണ റീകൺസിഡർ ചെയ്യാൻ എനിക്ക് എഴുതി. പക്ഷെ അപ്പോൾ എന്തോ ചെയ്യും? ആ മുഖ്യമന്ത്രിയുടെയോ ക്യാബിനറ്റിൻ്റെയോ അംഗീകാരം കൊണ്ടുവരുമ്പോൾ വി ലീവ് ദ ഫീൽഡ്. കാരണം പ്രതികാരം ദൈവത്തിനുള്ളതല്ലേ. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ പോലും പ്രതികാരം ചെയ്യണേ ദൈവത്തിനുള്ളതാണ്. ആരും തിന്മ പകരം ചെയ്യാതിരിക്കാനാണ് നമ്മുടെ അടുത്ത് ആഹ്വാനമുള്ളത്. എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്യുവാൻ, ബലഹീനരെ താങ്ങുവാൻ. ആനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ബലഹീനരെ താങ്ങുവാൻ. ആ സമയത്ത് വളരെ ഏർലി ഇൻ യുവർ കരിയർ ആണെന്ന് ഓർത്തോണം. പക്ഷെ എങ്കിൽ പോലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവം നമ്മളോട് സംസാരിക്കും. ഇഫ് യു ആർ അലൈൻഡ് വിത്ത് ഹിസ് വിൽ, ഇഫ് യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ ടു ഹിം. അതാണ് ആനിയും പറഞ്ഞത്. അപ്പോൾ ഒരു കേസിൽ എൻ്റെ അടുത്ത് വന്നത് ഏർലി ആയിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോസ്റ്റ് എനിക്ക് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഞാനൊരു ഡോക്ടറൊക്കെയാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു മെഡിക്കൽ സൈഡിൽ ജോലിയൊക്കെ കിട്ടുമെന്ന്. പക്ഷേ എന്നെ ആക്കിയില്ല. അപ്പം എൻ്റെ ആഗ്രഹം എന്തോ മെഡിസിൻ ആയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ നല്ലപോലെ പെർഫോം ചെയ്യാമെന്ന്. പിന്നീട് ഞാൻ ഹെൽത്തിൽ വന്നു. പക്ഷെ ആ സമയത്തില്ല. എന്നെ സോഷ്യൽ വെൽഫെയറിലാണ് സ്പെഷ്യൽ സെക്രട്ടറി ആക്കിയത്. അപ്പോൾ ഞങ്ങളുടെ സർവീസിൽ ഒരു ഹൈറാർക്കിയൊക്കെ ഉണ്ട്. ഇപ്പം ഇരിക്കുന്ന ഇൻഡസ്ട്രീസോ ഫിനാൻസോ അങ്ങനെ പോലത്തെ ടൂറിസമോ ഒക്കെ പോസ്റ്റിലിരുന്ന നല്ല മിടുക്കരാണ് കഴിയും. ഈ പറയുന്ന പോലെ വല്ല സോഷ്യൽ വെൽഫെയറോ SCO ST ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന അയ്യോ കഴിവില്ലാത്തവരാണെന്നൊരു ഒരു ഹൈറാർക്കിയിൽ താഴെയാണെന്ന്. അപ്പോൾ എന്നെ പിടിച്ച് സ്പെഷ്യൽ സെക്രട്ടറി സോഷ്യൽ വെൽഫെയർ ആക്കുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ ആദ്യം ഡയറക്ടറായിട്ട്. പിന്നെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫയല് വരുന്നത്. 80 കോടി രൂപ ഇപ്പം ഒരു അക്കൗണ്ട് കിടപ്പുണ്ട് ഗവൺമെൻറ്റിൽ. പണ്ടങ്ങാണ്ട് ഒരു സൊസൈറ്റി ഫോർ ദ പുവർ ഉണ്ടാക്കാമെന്ന് കരുതി. ആ സൊസൈറ്റി ഫോർ ദ പുവർ അവസാനം എങ്ങനെ ഈ തുക നമ്മുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്നുള്ള ചിന്തയിലും ഡിസ്കഷനിലും എല്ലാം കൂടെ ആയി 8-10 വർഷമായിട്ട് ആ ഫണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പം ദ ഫിനാൻസ് ഡസൻ ലൈക്ക് ദീസ് ഫണ്ട്സ് ബീങ് ദെയർ ഫോർ ലോങ്.
അങ്ങനെയാണ് ഫയൽ വരുന്നത്. എന്ത് ചെയ്യാം? അപ്പോൾ അന്ന് ഞാൻ എഴുതിയതാണ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ടാക്കാം. ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കാൻ നമുക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം. സോ ചില തീരുമാനങ്ങൾ സർക്കാർ ചിലപ്പോൾ ഏറ്റെടുക്കും, ചിലത് ഏറ്റെടുക്കില്ല. ബട്ട് ആ വില്ലിങ്നെസ് ടു വിത്ഡ്രോ ഫ്രം യുവർ പൊസിഷൻ, ആ വിത്ഡ്രോയൽ ഇസ് നോട്ട് എ കേസ് ഓഫ് വീക്ക്നെസ്. On the other hand, understanding your rights and responsibilities and your role in that job മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. താങ്ക് യു മാം. എന്തെങ്കിലും? ഓക്കെ. വളരെ പ്രയാസമേറിയ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു പൊതുജീവിതത്തിൽ അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ. മാഡം പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഫയലിലും എടുക്കുന്ന ഡിസിഷൻസിൽ ദർ ഇസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, റൂൾസ്, ലീഗൽ പൊസിഷൻ, ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താണ് എടുക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്ന മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ശരിയായ രീതിയിൽ. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ വി ഹാവ് എൻ ഹൈറാർക്കി. താഴെ തൊട്ട് ഒരു 3-4 ലെവലിൽ ആൾക്കാർ ഇതെല്ലാം പരിശോധിച്ച് വരും. ഓരോരുത്തരുടെയും ബുദ്ധിക്കും ചിന്തയ്ക്കും ഒക്കെ ഉതകുന്ന രീതിയിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു വരും. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും അല്പം മാഡത്തിനെ പോലെ ടോപ്പിലിരിക്കുന്നു, അല്ലെ പിന്നെ എന്നെ പോലെ മിഡിൽ ലെവലിലിരിക്കുന്ന ഒരു ഓഫീസർക്ക് ഒരല്പം കൺഫ്യൂഷൻ വരും, എന്താ ചെയ്യേണ്ടത്. പലപ്പോഴും പലരും അതിനെ ഓവർ റൂള് ചെയ്യാനായിട്ട് അല്പം റിലക്റ്റൻ്റ് ആകും. കാരണം താഴേന്ന് ഇത്രയും എഴുതി വന്ന ഒരു കാര്യത്തെ ഇങ്ങനെ വളച്ചൊടിക്കാൻ എങ്ങനെ പറ്റും? വളച്ചൊടിക്കുന്നതല്ല, അതിനെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ MD ആയിട്ടും കൂടെ ചാർജുള്ള സമയം, ഓണം മലയാളികളുടെ ദേശീയ ഉത്സവം എന്ന നിലയിൽ എല്ലാവർക്കും ബോണസ് ഉണ്ട്, പ്രത്യേകിച്ച് കമ്പനികളിൽ. ഒപ്പം അഡ്വാൻസ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു നിശ്ചിത തുക ആ സമയത്ത് അഡ്വാൻസ് ആയിട്ട് എടുക്കാം, പിന്നെ ഒരു 4-5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തിരിച്ചടയ്ക്കണം. ഇതിനെ സംബന്ധിച്ച ഗൈഡ് ലൈൻസ് ഒക്കെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ ചാർജ് എടുത്തിട്ട് 2-3 ദിവസമേ ആയുള്ളൂ. നോക്കുമ്പം അതിനകത്ത് ഒരു 5 പേർക്ക് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ അഡ്വാൻസിന്. പക്ഷേ അതിനകത്ത് മുമ്പത്തെ വർഷം ബാക്കി കുറച്ച് പേർ കൂടെ കൊടുത്തു. ഈ വർഷത്തെ ഗൈഡ് ലൈൻ അനുസരിച്ച് 5 പേർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ വേണമെങ്കിൽ ബോർഡിന് തീരുമാനിക്കാം. ഞാൻ ഒരു സേഫർ സൈഡിൽ നിന്നു. സ്ട്രിക്റ്റായിട്ട് ഗവൺമെൻറ് റൂൾ അനുസരിച്ച് മാത്രം കൊടുത്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫ് എൻ്റെ റൂമിൽ കയറി വന്നു. ഷീ ഈസ് ഓൾസോ എ വീഡോ. അവരെന്നോട് പറഞ്ഞു, മാഡം എനിക്ക് അഡ്വാൻസ് വേണം. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ്, നിയമം എന്നെ അനുവദിക്കുന്നില്ലല്ലോ. പിന്നെ അവർ സംസാരിച്ചില്ല. അവരെന്നോട് പറഞ്ഞു, കണ്ണിൽ നിന്ന് കുടുകുടാന്ന് കണ്ണുനീര് വരുവാണ്. എന്നോട് പറഞ്ഞത്, എൻ്റെ മോൾക്ക് ഫീസ് അടയ്ക്കാനുള്ള 2 വാർണിംഗ് നോട്ടീസ് തന്നു കഴിഞ്ഞു. ഇനി വാർണിംഗ് ഇല്ല, എൻ്റെ മോളെ ക്ലാസ്സിൽ നിന്ന് വെളിയിലാക്കും. ഇത് മാഡം തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കടം വാങ്ങിക്കാനായിട്ട് ഇനി ഓപ്ഷനും എൻ്റെ മുമ്പിലില്ല. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഇവർക്ക് ആ പൈസ ഞാനങ്ങ് കൊടുത്താലോ? പക്ഷെ അവരുടെ അഭിമാനം അത് വാങ്ങിക്കത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഇയാൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത്. കാരണം ചിലപ്പോൾ എൻ്റെ മമ്മിയും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിരുന്നിരിക്കാം. അപ്പോൾ ദൈവം എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അങ്ങനെയുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കാനല്ലേ. ഞാൻ ആ ഫയൽ തിരിച്ചു വിളിപ്പിച്ചു. ഞാൻ എഴുതി കൊടുക്കാം, സബ്ജക്റ്റ് ടു റാറ്റിഫിക്കേഷൻ ബൈ ദ ബോർഡ്. ആ റിസ്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ബോർഡ് അത് റാറ്റിഫൈ ചെയ്ത് തന്നു.
അപ്പോൾ ഇത്തരം ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റിസ്ക് എടുത്തിട്ട് റാറ്റിഫിക്കേഷന് കൊടുക്കാം ഉള്ളൊരു തീരുമാനം ചിലപ്പം അല്പം റിസ്കി ആയിരിക്കാം. പക്ഷേ ദൈവം നമ്മളെ ചില മേഖലയിൽ ആ റിസ്ക് എടുക്കാനും കൂടാണ് ആക്കിയിരിക്കുന്നത്. ഒരു നല്ല കാര്യത്തിന് ആ റിസ്ക് എടുക്കുമ്പം അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം തമ്പുരാൻ തന്നെ ഏറ്റെടുത്തോളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. യെസ്, ഇന്ന് ഫ്ലോറിലേക്ക് ചോദ്യങ്ങൾ വരികയാണ്. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു കാലയളവിൽ നമ്മുടെ യുവജനങ്ങൾ ഇത്രയും പേർ ഇവിടെയുണ്ട്. എന്തുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഒരു പബ്ലിക് വിറ്റ്നസിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം? ഇന്നത്തെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ട് നമ്മളൊരു പൊതുസമൂഹത്തിൽ നമുക്കൊരു വലിയ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്, ഒരു സ്വാധീനം ചെലുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. ഒരുപക്ഷെ അതോടെ പറഞ്ഞിട്ട് ദ ഫ്ലോർ ഈസ് ഓപ്പൺ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അച്ഛൻ പറഞ്ഞത് സാക്ഷ്യം ഉയർത്തിപ്പിടിക്കണം തീർച്ചയായിട്ടും. പക്ഷേ വെരി ഓഫൻ നമ്മൾ ആ സിംബൽസ് ഓഫ് ആ റിലിജിയൻ ഉയർത്തിപ്പിടിക്കുന്നില്ല. ദാറ്റ് വി ഇൻ ആ വേർഡ്സ് and the things we use or the customs we practice. That comes about due to dilution over a period of time. അതിൻ്റെ ആവശ്യമില്ല. ബീയിങ് മോർ ടാക്ട്ഫുൾ എന്ന വാക്കാണ് നാം ഉപയോഗിക്കുന്നത്. ബീയിങ് പൊളിറ്റിക്കലി കറക്റ്റ്. അപ്പം നമുക്ക് ആ ബാക്ക്ലാഷ് വേണ്ട. നമുക്ക് തന്നെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഒരു ലോ പ്രൊഫൈലിൽ കൊണ്ടുപോയാൽ മതി എന്നൊരു ചിന്ത വരികയാണ്, വിച്ച് ഇസ് വെരി ട്രൂ. അതിനെ മറികടക്കണമെങ്കിൽ there has to be a critical mass amongst us that believes in holding up our identity. That critical mass comes, for instance, നമ്മൾ പറയും സ്ത്രീകളിപ്പം ഫോർ ഇൻസ്റ്റൻസ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. 10-11 സ്ത്രീകൾ UDF ജയിച്ചു. പണ്ട് അതൊന്നുമില്ല. സിമിലർലി ഇൻ ദി ഗവൺമെൻറ് ഇഫ് യു ലുക്ക് ഓർ ഇൻ ദി IAS ഒരു ലെസ് ദാൻ 10% എപ്പോഴും വനിതകളായിട്ടുള്ളൂ. സോ മച്ച് സോ പീപ്പിൾ ആർ ടോക്കിംഗ് ഓഫ് റിസർവേഷൻ ഫോർ വിമൻ ഇൻ ദി UPSC എക്സാം. അപ്പോൾ if we are a critical mass, then we get counted when the key posts are being discussed. So അതിൻ്റെ ഭാഗവാക്കാകുവാൻ നമ്മൾ എല്ലാവരും തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും we will be able to make an impact. പിന്നെ നേരത്തെ അച്ഛൻ ചോദിച്ചു ചലഞ്ചിങ് ആയിട്ടുള്ളത്. One of the reasons why decisions are not taken, നമ്മൾ തീരുമാനങ്ങൾ എടുക്കാത്തത്, റിസ്ക് എടുക്കാത്തത്, and he said about taking a risk in faith. പക്ഷെ റിസ്ക് എടുക്കാത്തത് ബിക്കോസ് നമുക്ക് ഫിയർ ഉണ്ട് വിജിലൻസ് കേസ് വരുമ്പോൾ. സോ ദിസ് വിജിലൻസ് അല്ലേ ഇക്കാലത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ED ആണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വിജിലൻസ് ആണ്, നമുക്ക് ED ഒന്നുമില്ല. അപ്പോൾ ഈ ഓൾദോ ഫിനാൻസ് ഹാസ് സംതിങ് ലൈക്ക് ദാറ്റ് ഐ കൻ സേ ഇൻസ്പെക്ഷൻ വിങ്. അപ്പോൾ ഈ വിജിലൻസ് കേസ് വരുമെന്നറിഞ്ഞാൽ തന്നെ എല്ലാവരും പേടിക്കും. കുറച്ചൊന്ന് പറഞ്ഞു, ഇത് നീ വിജിലൻസിൽ പോയാലോ, ചില കേസിൽ തീരുമാനം എടുക്കുമ്പോൾ ഇതിനി വിജിലൻസിൽ പോയാലോ എന്ന് ചിന്തിച്ച് തീരുമാനമേ എടുക്കത്തില്ല, ചിലപ്പോൾ ആ പോസ്റ്റിൽ നിന്ന് മാറുന്നത് വരെ. അപ്പം ഞാൻ സബ് കളക്ടർ പെരിന്തൽമണ്ണയായിട്ടിരിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ എങ്ങനെ സബ് കളക്ടർ പെരിന്തൽമണ്ണയായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പാലക്കാടാണ് പോസ്റ്റഡ് ആവുന്നത് എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്ങിൽ. അങ്ങനെ ഞാൻ അസിസ്റ്റൻറ്റ് കളക്ടർ പാലക്കാടായി, സബ് കളക്ടർ പാലക്കാടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ധീരമായിട്ട്, അന്നൊക്കെ ആ യൂത്തിൻ്റെ തലപ്പോടുകൂടി അവിടെ അന്ന് മരം വെട്ടുകയാണ് നെല്ലിയാമ്പതി ഭൂവിലയിൽ. നമുക്ക് ഒരു പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് ഉണ്ട്. അത് പ്രകാരം ചില മരങ്ങൾ മുറിക്കണമെങ്കിൽ സർക്കാർ പെർമിഷൻ വേണം. ഫോർ ഇൻസ്റ്റൻസ് തേക്ക്, റോസ് വുഡ്, സാൻഡൽവുഡ് സാധാരണഗതിയിൽ അത് മുറിക്കാൻ തന്നെ അനുവദിക്കത്തില്ല. അപ്പോൾ അവിടെ എസ്റ്റേറ്റുകൾ പണ്ട് ബ്രിട്ടീഷ് കാലം മുതലേ ഈ ഫോറസ്റ്റ് ലാൻഡ് കൊടുത്തിരുന്നു. അപ്പം അത് കൈമാറി വന്നവർ മരം മുറിക്കുന്നതിലൂടെയാണ് കാടമം പ്ലാന്റേഷനേക്കാളും നല്ലതെന്ന് മനസ്സിലാക്കി വരുമാനം കിട്ടാൻ. അങ്ങനെ ആ മരം മുറി വ്യാപകമായിട്ട് നടക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനൊക്കെ പോയി ഇൻസ്പെക്ഷൻ നടത്തുന്നു. കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് പ്രകാരം ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു. അങ്ങനെ ആ മരമൊക്കെ പിടിച്ച മരം അവിടെ കിടക്കുന്നു. ആ സമയത്താണ് ആ വർഷത്തെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ LDF നിന്നും മന്ത്രി വരുന്നു,
അദ്ദേഹം ഒരു പാലക്കാടുകാരൻ കൂടെയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം കളക്ടറേറ്റിലേക്ക് നടന്നു വരുന്നു. എന്താ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ്. കളക്ടറിൻ്റെ അടുത്ത് പറയുന്നു, അവിടെ മരം പിടിച്ചു വെച്ചിട്ടുണ്ട്, ആ IAS ഓഫീസർ അതൊന്ന് വിട്ടു തരണം. ആ സമയത്ത് അതിനോടൊപ്പം വേറൊരു കേസ് ഉണ്ടായിരുന്നു. ഞാനൊരു ഇൻസ്പെക്ഷൻ നടത്തി നിർമ്മിതി കേന്ദ്രം, അന്നൊരു നിർമ്മിതി കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ടൂറിസം DTPCയുടെ കീഴിലാണേലും അല്ലെങ്കിൽ ചില ചെറിയ വീടുകളാണേലും കമേഴ്ഷ്യലായിട്ട് പോലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ നിർമ്മിതി കേന്ദ്രത്തിൻ്റെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്, അല്ലെ സെക്രട്ടറി എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. അപ്പം വെറും 2 വർഷം സർവീസേ ഉള്ളൂ. അപ്പോൾ ആ നിർമ്മിതി കേന്ദ്രത്തിൽ കമ്പ്യൂട്ടർ വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ കമ്പ്യൂട്ടർ ഞങ്ങൾ വാങ്ങുമ്പോൾ അപ്പം പ്രോജക്ട് മാനേജറെ വിളിക്കുന്നു, എഞ്ചിനീയർ ഏതാണ് ചീപ്പസ്റ്റ് ഓപ്ഷൻ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ഫയലിൽ എഴുതി വയ്ക്കുന്നുണ്ട്, ഞങ്ങൾ സത്യം വിപ്രോ പോലെയുള്ളത് നോക്കി HCL ഇതാണ് ചീപ്പസ്റ്റ്, അങ്ങനെ അതിന് ഓർഡർ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ വാങ്ങുന്നു. ആ സമയത്ത് അവിടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു, ഒരു ബാക്ക്ഡോർ എൻട്രി വന്ന ഫെലോ ആണ്. അയാളാണെങ്കിൽ കാശ് there was leakage of revenue. അങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്ത് അയാളെ പുറത്താക്കാൻ പോവുകയാണ്. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഹി വാസ് ഓൺ കോൺട്രാക്ട്. അപ്പോൾ ഈ റവന്യൂ മന്ത്രി കടന്നു വന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, മരം വിടണം, മരത്തിൻ്റെ പുറത്ത് കേസ് എടുക്കരുത്, അതിൻ്റെ ഒരു ഇലക്ഷൻ പ്രോമിസ് ആയിരുന്നു. 2, ഇയാളെ തിരിച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ കളക്ടറെ നോക്കി. എന്നിട്ട് പറഞ്ഞു കളക്ടർ തീരുമാനം എടുക്കും. ഞങ്ങൾ 2 തീരുമാനം എടുത്തില്ല, ഞങ്ങളെ 2 പേരെയും ട്രാൻസ്ഫർ ചെയ്തു. കളക്ടർ ഏതായാലും ടേം തീർന്നിരുന്നു, ഞാൻ ടേം ഒന്നും തീർന്നില്ല, 1 വർഷം പോലും ആയില്ല. എന്നെ പിടിച്ച് പെരിന്തൽമണ്ണ ഇട്ടു. അപ്പം പെരിന്തൽമണ്ണ ഇച്ചിരി കഷ്ടമാണ്. അതിരാവിലെ എഴുന്നേറ്റ് ട്രെയിനിൽ പോയി, പിന്നെ വേറൊരു ട്രെയിൻ കയറി, ഷൊർണൂർ പാസഞ്ചർ കയറിയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ചില ദിവസം അവിടെ താമസിക്കണം, എല്ലാമാണ്. ടൈറ്റസിനും അതിരാവിലെ എഴുന്നേക്കണം കാറെ കൊണ്ടുവിടാൻ. ബിറ്റ് ഓഫ് എ പ്രോബ്ലം ദോസ് ഡേയ്സ്. ഏതായാലും ശരി. അപ്പോൾ there's so much frustration in you. തിരിച്ചെന്തേലും കൊടുക്കണമെന്നൊരു വാശിയുണ്ട്. അവിടെയാണ് ദ ബൈബിൾ, നിങ്ങൾ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. വെഞ്ചൻസ് ഇസ് മൈൻ സെയ്സ് ദ ലോർഡ്, ഐ വിൽ റീപേ. പ്രതികാരം എനിക്കുള്ളതാണ്, ഞാൻ പകരം ചെയ്യും. എൻ്റെ ജോലി എന്താണ്? ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുവാനും വിശന്നിരിക്കുന്നവന് ഭക്ഷണം കൊടുക്കുവാനും, അതും ശത്രുവാണെ പോലും കൊടുക്കാനാണ്. So vengeance should not be in, bitterness should not be in my heart. അങ്ങനെ ഞാൻ ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഉരുവിട്ടോണ്ടേയിരിക്കും. ഓക്കെ, അവസാനം അങ്ങേരെ അടുത്ത ഇലക്ഷനിൽ തോറ്റു. ബട്ട് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. ഞാൻ പെരിന്തൽമണ്ണയിലിരിക്കുമ്പോൾ എനിക്കൊരു മെമ്മോ കിട്ടുന്നു. എന്തുവാ? വിജിലൻസിൻ്റെ എൻക്വയറിയാണ്. കമ്പ്യൂട്ടർ വാങ്ങിച്ചതിൽ സ്റ്റോർ പർച്ചേസ് റൂൾസ് പാലിച്ചിട്ടില്ല, അതായത് ഞാൻ ടെൻഡർ വിളിച്ചിട്ടില്ല. ഞാനാണെ 2 വർഷമായാലും എനിക്ക് അറിയത്തുപോലും ഇല്ല ആ കാലത്ത് ടെൻഡറെ കുറിച്ചോ. ഐ നെവർ ഫോളോഡ് ഇറ്റ് എനിവേ, ഇറ്റ് ഈസ് എ ഫാക്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വിജിലൻസുകാരടുത്ത് വന്നിട്ട് അവരന്വേഷിച്ചിട്ടാണ് ഈ കേസ്. എനിക്ക് എഴുതാവുന്നതേ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഫയലിൽ നോട്ടിങ് എഴുതി ഞാൻ കൊടുത്തു എന്നായി. അതിനുശേഷം ഞാൻ തിരിച്ച് പാലക്കാട് വരുന്നു. ഞാൻ വേറെ ജോലിയിൽ മറ്റു പോസ്റ്റിൽ പോയിട്ട് 1999 എന്നെ കോഴിക്കോട് കളക്ടറായിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ കളക്ടറായിട്ട് പോസ്റ്റ് ചെയ്യുന്നു എന്ന് ക്യാബിനറ്റ് വന്നപ്പോൾ എനിക്കൊന്ന് കേരള കൗമുദിലാണ് ഒരു ബോക്സ് ഐറ്റം വന്നു. എന്താ, ഇയാൾ അന്ന് പുറത്താക്കിയ ആളെ തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അയാൾ കോടതിയിലൊരു കേസ് കൊണ്ട് കൊടുക്കുന്നു, വിജിലൻസ് കേസ് നിലനിൽക്കുന്ന ഉഷ ടൈറ്റസിനെ കളക്ടറാക്കരുത്. ഞാൻ ഈ കേസിനെ കുറിച്ചേ ഓർക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ പുറകെ പോയതുമില്ല. അപ്പോൾ എനിക്ക് ഇച്ചിരി പേടി, അയ്യോടാ ഇത് ശരിയാണല്ലോ, ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് പർച്ചേസ് റൂൾസ് പാലിച്ചില്ലല്ലോ, ഒരു ടെൻഡർ വിളിച്ചില്ലല്ലോ. അപ്പോഴാണ് വിജിലൻസിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നത് ആ കേസ് എന്തായി. കാരണം അവർക്ക് ഫയൽ ചെയ്യേണ്ടി വന്നു ഇത് അഫിഡവിറ്റ്. അവർ പറഞ്ഞു ഒരു വിജിലൻസ് കേസും ഇല്ല, വിജിലൻസ് കേസ് നിർത്തിയെന്ന്, വിജിലൻസ് കേസ് ക്ലോസ് ചെയ്തു എന്ന്. കാരണം ആ വർഷം വരെ സ്റ്റോർ പർച്ചേസ് റൂൾസ് നിർമ്മിതി കേന്ദ്രത്തിൽ ബാധകമാക്കിയിട്ടില്ലായിരുന്നു. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും
നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവയ്ക്കുന്ന സർവശക്തനും അത്യുന്നതനുമായ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യൻ നിങ്ങളോട് എന്ത് ചെയ്യും? ആമേൻ. താങ്ക് യു സോ മച്ച്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഷെയറിംഗ് ആയിരുന്നു. രണ്ടുപേരും സമയം പോയത് തന്നെ അറിഞ്ഞില്ല. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഷെയറിംഗ് ടൈം ആയിരുന്നു. ശരിക്കും ഇങ്ങനെ ജീവിക്കുന്ന മാതൃകൾ നമ്മുടെ ഇടയിലുണ്ട്. മാത്യു സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ചിലരുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. എല്ലാം കുഴപ്പമാണ് എന്നൊക്കെ പറയുന്ന, ഇവിടെ ഒന്നും ശരിയാകില്ല എന്ന് പറയുന്ന ആളുകളുടെ മധ്യേ പ്രതീക്ഷയുടെ ചില തിരുനാളങ്ങളാണ് ഇങ്ങനെയുള്ള ചിലർ. ഒരു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏറെ സ്നേഹവും ആദരവുമുള്ള പ്രിയ ഉഷ ടൈറ്റിസ് മാമിനോടും ആനി ജൂല IAS മാമിനോടും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. 2006 ഈ കോൺഫറൻസ് വേദിയിൽ ഒരു ഗ്രൂപ്പ് പ്രസൻറ്റേഷനിൽ കൺക്ലൂഡ് ചെയ്തപ്പോൾ ജോബി ജോർജ് എന്ന് പറഞ്ഞൊരു യുവാവ് പറഞ്ഞൊരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് മറ്റ് പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ പറഞ്ഞാണ് നിർത്തിയത്. അസ്തമയ സൂര്യൻ ഈ ലോകത്തേക്ക് നോക്കി ചോദിച്ചു, എങ്ങും ഇരുട്ടാണല്ലോ, ആരുണ്ട് ഒരിത്തിരി വെളിച്ചം എന്നിൽ നിന്ന് വെളിച്ചം ഏറ്റെടുക്കാൻ? ഭൂമിയിലെങ്ങും ഭയങ്കര നിശബ്ദത. അപ്പോൾ ഏതോ ഒരു കോണിൽ നിന്ന് ഒരാളിങ്ങനെ മുഴിഞ്ഞു, ഞാനുണ്ട്. അത് മറ്റാരുമല്ലായിരുന്നു, ഒരു കുഞ്ഞു മിന്നാമിനുങ്ങായിരുന്നു. ഭയങ്കരമായി ഇരുട്ട് വ്യാപിക്കുന്ന ഒരു ലോകത്ത് തീർച്ചയായും ഓരോ സന്ധിയിലും ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്, ആരുണ്ട് ഒരിത്തിരി വെളിച്ചം ഏറ്റെടുക്കാൻ? ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഒരുപറ്റം ആളുകളെ ദൈവം ഈ കാലഘട്ടത്തിൽ അവശേഷിപ്പിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ സ്റ്റുഡൻസ് കോൺഫറൻസ്. വളരെ പ്രതീക്ഷയോടെയാണ് സഭ നിങ്ങൾ നോക്കിക്കാണുന്നത്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു ലൈഫ് ഡിഫൈനിങ് മൊമെൻ്റ് ആയി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.